ഹായ്, ഇന്ന് മേതൂസ് കിച്ചൺ വന്നിരിക്കുന്നത് പുളിയിഞ്ചി ആയിട്ടാണ്. എല്ലാവർക്കും പുളിയിഞ്ചി ഒക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പുളിയാണിത്. ഇത് ഏകദേശം ഒരു 300 ഗ്രാം പുളിയുണ്ട്. നല്ല കറുത്ത പുളി വേണം. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട്. പുളിയിഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കാണാനൊരു ഭംഗിയെല്ലാം വേണമെങ്കിൽ ഈ കറുത്ത പുളി തന്നെ വേണം. പിന്നീട് വേണ്ടത് ഇഞ്ചിയാണ്. ഈ ഒരു സ്പൂണിൽ 3 സ്പൂൺ അളവ് ഇഞ്ചി, പിന്നെ ഒരു 8 അല്ലെങ്കിൽ 10 പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില, 2 വെല്ലം, പിന്നെ വേണ്ടത് ഒരു 1.5 സ്പൂണ് എരിവുള്ള മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നീട് ഇത് ഉഴുന്നും അരിയും കൂടി വറുത്ത് പൊടിച്ചത് ഞാൻ നേരത്തെ കാണിച്ചത് ഈ സ്പൂൺ അളവിൽ 4 സ്പൂണാണത്. പിന്നെ വേണ്ടത് കായം. അപ്പോൾ ഇത്രയും ചേരുവകൾക്ക് പുറമേ വേണ്ടത് ഉണക്കമുളകും കടുകും വേണം. അത് താളിക്കേണ്ട സമയത്ത് കാണിച്ചു തരാം. പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ആദ്യം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളിയില്ലേ, അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു പാത്രത്തിൽ നിറച്ച് പുളിയുണ്ട്. ഇനി അത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി അതിൻ്റെ കൺസിസ്റ്റൻസി വേണമെങ്കിൽ നമ്മളിതാ ഉണ്ടോ, ഇതുപോലെ ഉണ്ടാവുക. ഈ ഒരു വെള്ളത്തിൽ ഈ ഒരു അളവായിരിക്കണം വെള്ളം വേണ്ടത്. ഇനി നമുക്കത് ഗ്യാസിൽ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് ഈ കുതിർത്ത് വെച്ച പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചട്ടി തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം. തീർച്ചയായും ചട്ടി തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് തീയൊക്കെ ഒന്ന് കൂട്ടി വെക്കണം. അപ്പോൾ തീ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇളക്കി നല്ലോണം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏകദേശം ഒരു 1.5 സ്പൂണ്, വലിയ സ്പൂൺ 1.5 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മുടെ പുളി നമ്മൾ നേരത്തെ ചട്ടിയിൽ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 10-15 മിനിറ്റായി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അതിൽ ചേർത്ത ഇഞ്ചിയും പച്ചമുളകും നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വേണം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 വെല്ലം ഇല്ല, ആ വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാൻ. വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി അതിനുശേഷം മുളക് പൊടി, നേരത്തെ എടുത്ത് വെച്ച അളവ് മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മധുരം പോരെങ്കിൽ ഒരു കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ വെല്ലെല്ലാം ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾ ഇഷ്ടം നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് നല്ലോണം കുറുകി വരണം. അപ്പോൾ ആ കുറുകിയിട്ടുള്ളൊരു പാകത്തിന് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പുളിയിഞ്ചി പിന്നെ ഒരു 10 മിനിറ്റ് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ ഇതിങ്ങനെ കോരിയെടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരളവിൽ ഉണ്ടാവണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച അരിപ്പൊടിയും അതുപോലെ തന്നെ ഉഴുന്നുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഈ ഒരു 3 സ്പൂണ് 3 സ്പൂണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി ചേർക്കുമ്പോൾ തന്നെ അറിയാലോ, ഒന്നും കൂടി നല്ലോണം കുറുകി വരും. ഇനി അതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി വാങ്ങുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കുക. അരിപ്പൊടിയും ഉഴുന്നും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു അളവിൽ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ ഈ സമയത്ത് തിളക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ മുഖത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ കയ്യിലൊക്കെ കുറച്ച് തെറിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ സമയത്ത് തന്നെ
കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത്, ഇതൊക്കെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് കുറേ നേരത്തേക്ക് നിൽക്കുന്നതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്താലും പ്രശ്നമില്ല. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉപ്പും എരിവും പുളിയെല്ലാം ഒന്നും കൂടി നോക്കണം. പുളിയും മധുരമാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. ഏകദേശം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പുളിയും മധുരവും ഒരേപോലെ ഉണ്ടാവണം. പിന്നെ ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി ഇനി ഇതിലേക്ക് നമുക്ക് താളിക്കേണ്ടതുണ്ട്. അപ്പോൾ താളിക്കാൻ ആവശ്യമായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. താളിക്കാൻ വേണ്ടി പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 4 ഉണക്കമുളക് കൂടി അതിലിട്ട് കൊടുക്കണം. അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. നമുക്കത് പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ അത് പഴകുന്തോറുമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പം വേഗം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. കുറച്ച് നാളത്തേക്കുള്ള സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രുചി ഉണ്ടാവും. നമ്മൾ അച്ചാറെല്ലാം കഴിക്കുന്ന പോലെ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ വിളമ്പാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതായത് നമ്മൾ ഒറ്റപ്പാലം ഭാഗത്തേക്കൊക്കെ അധികം ഉണ്ടാക്കുന്നൊരു സദ്യ ഐറ്റമാണിത്. പുളിയിഞ്ചി എന്ന് പറയും. ഇനി ഇത് വേറെ രീതിയിൽ തയ്യാറാക്കുന്നുണ്ടോ എന്നറിയില്ല. നമ്മളിങ്ങനെയാണ് ഇത് തയ്യാറാക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം എല്ലാവരും ഉപയോഗിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, വീഡിയോ കാണുന്നവർ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതും പറയണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ അമർത്തിയാലേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.